ഹലോ ഗൈസ്, എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞ വട്ടം നമ്മളൊരു കേക്ക് മിക്സ് വാങ്ങിച്ചിട്ട് ചെയ്തപ്പോൾ അത് ഫ്ലോപ്പ് ആയില്ലായിരുന്നു. അതിൻ്റെ ഒരു ധൈര്യത്തിൽ നമ്മൾ പുതിയ പരീക്ഷണമായിട്ട് വന്നേക്കാണ്. അന്ന് നമ്മൾ വലിയ പണിയൊന്നും എടുക്കാതെ സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കി. ഇന്നും അതേ കണക്ക് തന്നെ വലിയ പണികളൊന്നും ഇല്ല, നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കുറേ നേരം ആലോചിച്ചിരുന്നിട്ടാണ് ഞാൻ ഈ സംഭവം ഇങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പം ഞാൻ ശരിക്കും ഇവിടെ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം ബിസ്ക്കറ്റാണ്, ഓറിയോയുടെ ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നു ഞങ്ങൾ യൂസ് ചെയ്തത്. അത് പിന്നെ നമ്മൾ മൈദയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടി അതൊക്കെ മതി, ധാരാളം. അപ്പം നമ്മൾ കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ബൈ ദ ബൈ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. ഈ കൊക്കോ പൗഡർ ഇല്ലാത്തതിൻ്റെ കളർ അല്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പം ഇടുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ 2 പാക്കറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ബൗളിലോട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഒരു 5 സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മളിതിൽ മൈദയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ല. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പൗഡർ മിക്സ് നമ്മളെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയെല്ലാം വളരെ വളരെ സിമ്പിളാണ്. ഇതുവരെ ശരിയാണ്, ഇനിയെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലിലോട്ട് ഈ പൗഡർ കുറച്ചിനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തത് അന്നത്തെ പോലെ തന്നെ വേറൊരു ടിഫിൻ മോൾഡാണ്. അതിൽ നമ്മൾ എണ്ണയൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നല്ലവണ്ണം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എയർ ബബിൾസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുത്ത്. അതിന് മുന്നേ നമ്മൾ നമ്മുടെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമയമായപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു തിരികെ വെച്ചിട്ട് ഇറക്കി വെച്ചു നമ്മുടെ മോൾഡ്. എന്നിട്ട് നമ്മൾ അടച്ച് ഒരു കറക്റ്റ് ഒരു ഹാഫ് ആൻ അവർ വെച്ചു. ഇച്ചിരി സമയം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് ഇങ്ങനെയാണ് വന്ന കേക്ക്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു, അതേപോലെ നല്ല ടേസ്റ്റ് വരുന്നു. നമ്മൾ തണുത്തിട്ട് മുറിച്ചിട്ട് നമ്മൾ കഴിച്ചിരുന്നു. അത് മുറിച്ച പാട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കേക്കൊക്കെ പെട്ടെന്നാണ് തീർന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പരീക്ഷണമായിട്ട് ഇനിയും വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.